കമന്റുകൾ പറയുന്നുണ്ട്. ഗൗരിയുടെ നിലപാടുകളിലേക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഹാൽ സിനിമാ വിവാദം, അത് നമ്മൾ മറന്നിട്ടില്ല. അതിലിപ്പോൾ ആ സിനിമയിൽ ആശങ്കപ്പെടുത്തുന്നത് എന്താണുള്ളത്, അതെങ്ങനെയാണ് ആശങ്കപ്പെടുത്തുന്നതെന്ന് സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിക്കുകയാണ്. ആശങ്കയുടെ അടിസ്ഥാനത്തിൽ സിനിമയിലെ രംഗങ്ങൾ എങ്ങനെ കട്ട് ചെയ്യാനാകുമെന്നാണ് കോടതിയുടെ ചോദ്യം. ഹാൽ സിനിമ പൊതുക്രമം പാലിച്ചില്ല എന്നും ലവ് ജിഹാദിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതെന്നുമാണ് സെൻസർ ബോർഡിന്റെ വാദമായി വരുന്നത്. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഏറെ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് ഹാൽ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സിനിമ കണ്ടതിന് ശേഷമുള്ള നിലപാട് കൂടിയാണ് ഇത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിലിപ്പോഴും അതിന്റെ അവസാനഘട്ട വാദം കേൾക്കുകയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. ഈ സിനിമ നേരത്തെ തന്നെ ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ജഡ്ജി നേരിട്ട് ഈ സിനിമ കണ്ടിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തന്നെ ജഡ്ജി തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും CBFC-യോടാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം ഈ എ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ചാണ് CBFC വാദം അറിയിക്കുന്നത്. സ്വാഭാവികമായും അതിൽ ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ഹാൽ സിനിമ ആശങ്കപ്പെടുത്തുന്നത് എങ്ങനെ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ആശങ്കയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ സിനിമയിലെ രംഗങ്ങൾ കട്ട് ചെയ്യാനാകും? ആശങ്കപ്പെടുത്തുന്നുവെന്ന കാരണം സെൻസറിങ്ങിന് അടിസ്ഥാനമാണോ എന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ഉയർത്തുന്നുണ്ട്. മതസ്ഥാപനത്തിന്റെ പേര്, ഒരു ഹോസ്റ്റലിന്റെ പേര്, ഹോസ്റ്റലിൽ മതസ്ഥാപനത്തിന്റെ പേരാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മതസ്ഥാപനത്തിന്റെ പേര് പ്രദർശിപ്പിക്കുന്നതിന് എന്താണ് തടസ്സം എന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയാണ്. മാത്രമല്ല, വ്യത്യസ്തമായ മതത്തിൽ വരുന്നത് ലവ് ജിഹാദിന്റെ ഭാഗമാണ്, അത് അംഗീകരിക്കപ്പെടാനാകില്ല എന്ന വാദം CBFC ഉയർത്തി. അതിന് ഹൈക്കോടതി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, വ്യത്യസ്തമായ വേഷത്തിൽ വരുന്നത് എങ്ങനെ മതപരമാകും എന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. CBFC-യോടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ CBFC നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: ഈ സിനിമ, ഹാൽ സിനിമ ലക്ഷ്മണ രേഖ ലംഘിച്ചു എന്നാണ് CBFC-ക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. പൊതുക്രമം പാലിക്കാത്ത സിനിമയാണ് ഹാൽ എന്നുമാണ് സെൻസർ ബോർഡിന്റെ നിലപാട്. ലവ് ജിഹാദിനെ ഇതിൽ ലക്ഷ്മണരേഖ എന്താണ്, ഈ പൊതുക്രമം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ബാക്കിയാണല്ലേ? അതുകൂടി ചേർത്താണ് കോടതി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അത്തരം വാദങ്ങൾ സെൻസർ ബോർഡിൽ നിന്ന് CBFC-യിൽ നിന്ന് ഉയരുമ്പോഴാണ് ഹൈക്കോടതി ഇത്തരം നിരവധിയായ ചോദ്യങ്ങൾ സെൻസർ ബോർഡിനോട് ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ, അതായത് ജസ്റ്റിസ് വി ജി അരുൺ ഈ സിനിമ കണ്ട ആൾ കൂടിയാണ്, അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് CBFC-യുടെ വാദങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്നാണ് ഹൈക്കോടതി ആ ചോദ്യങ്ങളിലൂടെ തന്നെ ലക്ഷ്യമിടുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്. CBFC ഇതിൽ നൽകിയ മറുപടി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഹാൽ സിനിമയുടെ സംവിധായകർ ഈ സിനിമയിലൂടെ ലക്ഷ്മണ രേഖ ലംഘിച്ചു എന്നാണ് CBFC-യുടെ പ്രധാനപ്പെട്ട വാദം. ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 19(1)A അനുസരിച്ച് മൗലികമായ അവകാശത്തിന്റെ ഭാഗമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. പക്ഷെ അതിന് ചില നിയന്ത്രണങ്ങൾ 19(2)ൽ ഉണ്ട്. അതിൽ പറയുന്ന പബ്ലിക് ഓർഡർ, പൊതുക്രമം പാലിക്കാത്ത സിനിമയാണ് ഈ ഹാൽ എന്ന സിനിമ. മാത്രമല്ല, ഇത് ലവ് ജിഹാദിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. സിനിമയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ CBFC-ക്ക് ബാധ്യതയുണ്ട്, കടമയുണ്ട് എന്ന കാര്യം കൂടി CBFC ഇന്ന് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, രണ്ട് മതങ്ങൾ ഉൾപ്പെട്ട വിഷയത്തിൽ വേണ്ടത്ര അവധാനത വേണ്ട എന്ന് പറയാനാവില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് വാദമായി ഉയർത്തുകയും ചെയ്തു. മതവികാരത്തെ ബാധിക്കുന്നതാണ് പല രംഗങ്ങളും എന്നാണ് CBFC ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. ശരി, ഏതായാലും CBFC-യുടെ വാദങ്ങളൊക്കെ തന്നെ ചോദ്യങ്ങളുടെ രൂപത്തിൽ തള്ളുകയാണ് കോടതി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്.